ഹായ്, എല്ലാവർക്കും നമസ്കാരം. കിളിക്കൂട് വ്ളോഗിൻ്റെ അടുത്തൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കിളിക്കൂട് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കുഞ്ഞറിവ് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അയൺ ബോക്സ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടിലത്തെ അയൺ ബോക്സ് കണ്ടോ, ഇതാണ് കേട്ടോ കോലം. പലപ്പോഴും ചൂട് കൂടി ഉരുകി പിടിക്കും. ഇങ്ങനെ ഉരുകി പിടിച്ച് അത് പിന്നെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാട്ടാ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ വീട്ടിലെ അയൺ ബോക്സ്. നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം, ഈ ഉരുകി പിടിച്ചതൊക്കെ എങ്ങനെ നമുക്ക് ഇളക്കി മാറ്റാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. അപ്പം ഞാനും ഇത് ഈ അടുത്താണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്, റിസൾട്ട് എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എന്താണ് ട്രിക്ക് എന്നുള്ളത് എല്ലാവരും ഒന്ന് കണ്ടോളൂ. വളരെ സിമ്പിളാണ്, പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ എന്താവും എന്നുള്ളത് ഞാൻ പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് പാരസെറ്റമോള് അല്ലെങ്കിൽ ഡോളോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഡോളോ ആണ് ഇട്ടുള്ളത്. അതിൻ്റെ ഒരു ടാബ്ലറ്റ്, ഇത് മാത്രമാണ് നമുക്ക് ആവശ്യം കേട്ടോ. പിന്നെ അയൺ ബോക്സ് ഒന്ന് കണക്ട് ചെയ്ത് ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയതിന് ശേഷമാണ് നമുക്കിത് വെച്ചിട്ട് ഈ കളറൊക്കെ ഇളക്കി കളയാനുള്ളത്. അപ്പോൾ ചെയ്ത് നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കാം കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അയൺ ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം ചൂടായിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടായി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചൂടായതിന് ശേഷം ഈ പാരസെറ്റമോള്, ഈ ടാബ്ലറ്റ് ഉണ്ടല്ലോ ഡോളോ, അത് പൊള്ളാതെ നമുക്കിതിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പം ഞാൻ ഈ പാരസെറ്റമോള് കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അതങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടോ, ഇളകി വരുന്നുണ്ട്. കൈ പൊള്ളാതെ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ പാരസെറ്റമോൾ വെച്ചിട്ടുള്ള പരീക്ഷണം വിജയകരാട്ടോ. നോക്കിയേ, വ്യത്യാസം കണ്ടോ നിങ്ങൾ. ഒരു 3 പാരസെറ്റമോൾ ആവശ്യം വന്നിട്ടോ ഇതിങ്ങനെ ഇട്ട് ഉരയ്ക്കാനായിട്ട്. കണ്ടോ, കളറൊക്കെ പോയി കിട്ടിയിട്ടോ. അപ്പോൾ പാരസെറ്റമോൾ വെച്ചിട്ടുള്ള പരീക്ഷണം വിജയകരമാണ്. കണ്ടോ, വ്യത്യാസം കണ്ടോ, കറുപ്പ് നിറത്തിൽ ഉരുകി പിടിച്ചിട്ടുള്ളതൊക്കെ ഇളകിപ്പോയിട്ടോ. ഇനി മഞ്ഞ നിറത്തിൽ കാണുന്നത് അതിൻ്റെ ഒരു കോട്ടിങ് ആണ് കേട്ടോ. അത് ഇപ്പം ഈ ഉരുകി പിടിച്ചുള്ള ഭാഗത്തുള്ള കോട്ടിങ് കൂടിയിട്ട് മുന്നേ തന്നെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അത് വിജയകരമായിട്ടോ, അത് നല്ലൊരു അറിവാണ്. അപ്പോൾ ഇങ്ങനെ അയൺ ബോക്സൊക്കെ ഇങ്ങനെ ഉരുകി പിടിച്ചിട്ടുള്ളവരൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ. ഒരു 3 പാരസെറ്റമോളാണ് എനിക്ക് വേണ്ടി വന്നത്, ഡോളോ. അപ്പോൾ പനി മാറ്റാൻ മാത്രമല്ല, ഇങ്ങനെയുള്ള ഉപയോഗങ്ങളും പാരസെറ്റമോൾ കൊണ്ട് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാട്ടോ മനസ്സിലായത്. ഓക്കെ.